ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഈ ഒരു ലെക്ചറിൽ കവർ ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയ എന്ന് പറയുന്ന ഫിസിക്സിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ കാണുമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഡേ 1 രണ്ടാമത്തെ ടോപ്പിക്കാണ് ന്യൂക്ലിയ എന്ന് പറയുന്ന ടോപ്പിക്. സോ ഇതിൽ നമ്മൾ ബേസിക് ഇക്വേഷൻസും അതുപോലെ തന്നെ കൺസെപ്റ്റും മാത്രമേ പറയുന്നുള്ളൂ. പ്രോബ്ലം നമുക്ക് ചെയ്യാൻ ടൈമില്ല. നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ആദ്യത്തെ കൺസെപ്റ്റ് ഒരു AMU എന്താണ്. ഒരു AMU എന്ന് വെച്ചാൽ അറ്റോമിക് മാസ് യൂണിറ്റിനെ പറയുന്നതാണ് AMU എന്ന് പറയുന്നത്. സോ അറ്റോമിക് മാസ് യൂണിറ്റിനെ നമ്മൾ U എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യും. യൂണിഫൈഡ് മാസ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 ആണ്. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം ഒരു AMU എന്ന് പറയുന്നത്. സോ അതിൻ്റെ വാല്യൂ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ് കിട്ടുന്നത്. ഈ ഒരു മാസിനെ നമ്മൾ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 931 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ഈ ഒരു മാസിനെ നമ്മൾ എനർജി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഇതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് യു ഷുഡ് ഹാവ് ടു ലേൺ. അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ലെറ്റർ Z എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ നമ്പറിനോ ഈക്വലാണ്. ഇലക്ട്രോണിൻ്റെ നമ്പറിന് ഈക്വൽ ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ആറ്റം ന്യൂട്രൽ ആയിരിക്കണം. സോ എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോണോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ന്യൂട്രൽ ആറ്റത്തിനോ ഈക്വലാണ് എന്തെന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ഇലക്ട്രോണാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെയും അതുപോലെ തന്നെ ന്യൂട്രോണിൻ്റെയും എണ്ണങ്ങളുടെ സമ്മാണ് എന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രോട്ടോണിനെ ന്യൂട്രോൺസിനെ ഒരുമിച്ച് പറയുന്നതാണ് ന്യൂക്ലിയോൺസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഇനി എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ്? സോ അടുത്തൊരു കൺസെപ്റ്റാണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയോൺസ്, അതായത് പ്രോട്ടോണും ന്യൂട്രോണിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് കാണപ്പെടുന്ന ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ന്യൂക്ലിയോൺസ് ഇതെന്ന് പറയുന്നത് നാച്ചുറൽ വെച്ചിട്ട് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻38 ടൈംസ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ വെച്ച് നോക്കുമ്പോൾ 10⁻25 ടൈംസ് ആണ് എന്തിനെ വെച്ച് നോക്കുമ്പോൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻2 ടൈംസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആൾവേസ് അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പം ഇത് ആൾവേസ് അട്രാക്റ്റീവ് ആയിരിക്കും. ആരെന്ന് പറയുന്നത്? ആൾവേസ് അട്രാക്റ്റീവ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സോ നമ്മളെ ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടോണും ലൈക്ക് ചാർജ് ഇല്ലേ, അപ്പം റിപ്പൽ ചെയ്യൂലേ എന്ന് നിങ്ങൾ ചോദിക്കും. ന്യൂട്രോണും റിപ്പൽ ചെയ്യൂലേ? അങ്ങനെ ഇത് പ്രോട്ടോണും ന്യൂട്രോണും അട്രാക്റ്റ് ചെയ്യില്ലേ? ഇപ്പോൾ എന്താണ് പ്രോട്ടോണും എന്തുകൊണ്ട് റിപ്പൽ ചെയ്യില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എന്ത് പറയും? ഇവിടെ പ്രോട്ടോണും തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സിനെക്കാട്ടിയും കൂടുതലാണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ആൾവേസ് അട്രാക്റ്റീവ് ആയുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു ഷോർട്ട് റേഞ്ച് ആണ്. അതായത് ഇത് ആക്ട് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് കുറവാണ്. ഒരു 2 ഫെർമി മുതൽ 3 ഫെർമി വരെയൊക്കെ ഇതിൻ്റെ ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു റീജിയൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇത് സാച്ചുറേറ്റഡ് സ്റ്റേജിനാണുള്ളത്. സാച്ചുറേറ്റഡ് സ്റ്റേജിലാണ് ഇവരുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്താണുള്ളത്. ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള എന്താണ് പ്രോട്ടോണും ന്യൂട്രോണിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഫോഴ്സാണ് ഞാൻ പറഞ്ഞല്ലോ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് കുറയും. സോ പ്രോട്ടോൺ ന്യൂട്രോണിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയും കുറയും.
പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു നോൺ സെൻട്രൽ ഫോഴ്സ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നാച്ചുറൽ വെച്ചിട്ട് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഫോഴ്സ് നോക്കുകയാണെങ്കിൽ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഫോഴ്സ് ന്യൂട്രോൺ എല്ലാം ഈക്വൽ ആണ്. പക്ഷേ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രോട്ടോണിനും ഇടയിലുള്ളത് ഏറ്റവും കുറവും പ്രോട്ടോണിനും ന്യൂട്രോണിനും ഇടയിലുള്ള ഫോഴ്സിന് രണ്ടും ഈക്വലും ഇവരെക്കാട്ടിയും വലുതുമായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ സാധാരണ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രോട്ടോണിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് ആയാലും ന്യൂട്രോണിൻ്റെ ഇടയിലായാലും ന്യൂട്രോണിൻ്റെ ഇടയിലായാലും എല്ലാം ഈക്വൽ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നെറ്റ് ഫോഴ്സ് നോക്കുമ്പോൾ പ്രോട്ടോണിനും ഉള്ളത് ഏറ്റവും കുറവും പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ളതും ഫോഴ്സ് ഈക്വലും പ്രോട്ടോണിൻ്റെ ഇടയിലുള്ള ഫോഴ്സിനെക്കാട്ടിയും ഗ്രേറ്ററും ആയിരിക്കും. ഇത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അടുത്ത കൺസെപ്റ്റ് പഠിക്കാം. സോ അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഐസോടോപ്സ് എന്നതാണ്. ഐസോടോപ്സ് എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സെയിമും മാസ് നമ്പർ എന്ന് പറയുന്നത് ഡിഫറൻറ്റുമായിട്ടുള്ളവരാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. അതായത് H11, H12, H13. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അറ്റോമിക് നമ്പർ സെയിമാണ്, മാസ് നമ്പർ വ്യത്യാസമാണ്. ഇനി ഐസോബാർസ് എന്താണെന്ന് വെച്ചാൽ മാസ് നമ്പർ എന്ന് പറയുന്നത് സെയിമും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഡിഫറൻറ്റുമാണ്. ഉദാഹരണം പറയണമെങ്കിൽ കാർബൺ 614, നൈട്രജൻ 714. സോ ഇതിന് രണ്ടിനും മാസ് നമ്പർ എന്ന് പറയുന്നത് സെയിം ആണ്, അറ്റോമിക് നമ്പർ വ്യത്യാസമാണ്. ഇനി എന്താണ് ഐസോട്ടോൺസ് എന്തെന്ന് വെച്ചാൽ സെയിം നമ്പർ ഓഫ് ഐസോട്ടോൺസ് എന്ന് വെച്ചാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ ഉള്ളവരെ പറയുന്ന പേരാണ് ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ A-Z ചെയ്ത് നോക്കണം. സോ A-Z ചെയ്തു, അതായത് ഒരു എലമെന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് XZ A എന്ന് പറയുന്ന ഒരു പാറ്റേണിലെ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്ന മുകളിൽ മാസ് നമ്പറും താഴെ അറ്റോമിക് നമ്പറാണ്. ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആണെങ്കിൽ അത് ഐസോട്ടോൺസ് ആണ്. ഇനി എന്താണ് മിറർ ന്യൂക്ലിയേ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മാസ് നമ്പർ സെയിം ആയിരിക്കും, നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും എക്സ്ചേഞ്ച് ചെയ്യും. അതായത് ഒരു എലമെൻറ്റ് അതിൻ്റെ രണ്ട് എലമെൻറ്റ് എയും ബിയും രണ്ട് എലമെൻ്റ് ആണെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ മാസ് നമ്പരും ഞാൻ വേറെ എടുക്കാം. ഇത് എക്സും വൈയും ആണെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ മാസ് നമ്പർ എ, ഇതിൻ്റെ മാസ് നമ്പർ എ. ഓക്കെ, പിന്നെ അറ്റോമിക് നമ്പർ ഞാൻ ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം നമുക്ക് ഇവിടെ ഇസഡ് ആയിട്ട് ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം കാണും, ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം ഇസഡ് ആയിട്ട് ഇവിടെ കാണും. ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണമായിരിക്കും ഇതിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണമായിരിക്കും ഇതിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അതായത് പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. അതാണ് മിറർ ന്യൂക്ലിയ എന്ന് പറയുന്നത്. സോ മാസ് നമ്പർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് ആണ്. നമ്മുടെ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് പറയുന്നത് R = R0 × A⁻⁴ എന്നാണ് പറയുന്നത്. ഇതിൽ A എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. A എന്ന് പറയുന്നത് R0 എന്ന് പറയുന്നത് അതിന് വാല്യൂ എന്ന് പറയുന്നത് 1.2 ഫെർമിയാണ്. 1.2 ഫെർമി മീൻസ് 1.2 × 10⁻⁻15 മീറ്റർ ആണ്. സോ R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A⁻⁴ ആണ്. ഇനി നമുക്ക് എന്താണ് ഏരിയയും മാസ് നമ്പറും തമ്മിലുള്ള ഏരിയ ഓഫ് ദ ന്യൂക്ലിയസും അതുപോലെ തന്നെ മാസ് നമ്പർ തമ്മിലുള്ള റിലേഷൻ നോക്കാം. സോ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് ഒരു ഏരിയ നോക്കുമ്പോൾ ഏരിയ = πr² ആണെന്ന് അറിയാം. അപ്പം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R² ആണെന്ന് അറിയാം. ഇവിടെ എന്താണ് R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A⁻⁴. സോ ആറിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ A⁻⁴ എഴുതുക, A⁻⁴ എടുക്കുക. അപ്പോൾ ഏരിയ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആറിൻ്റെ സ്ഥാനത്ത് ഞാൻ A⁻⁴ കൊടുത്തു ഹോൾ സ്ക്വയർ. സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A⁻²3. ഇനി വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയം 4/3 πr³ ആണ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³ ആണ്. സോ ആറിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു? A⁻⁴ കൊടുത്തു. അപ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ A⁻⁴ the whole cube. So will become V is directly proportional to A. So വോളിയം എന്ന് പറയുന്ന മാസ് നമ്പർ ഡയറക്ട്ലി പ്രൊപ്പോർഷണലും റേഡിയസ് എന്ന് പറയുന്ന ഡയറക്ട്ലി പ്രൊപ്പോർഷൻ റേഡിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ A⁻⁴ ആൻഡ് പിന്നെ എന്താണുള്ളത്
പിന്നെ ഏരിയ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ റൈസ് ടു 2/3. ഇത് ഇത്രയാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്താണ് റേഡിയസ് ഡബിളായി അല്ലെങ്കിൽ രണ്ട് മാസ് നമ്പർ വെച്ചിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് ചോദിക്കും കേട്ടോ. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. സോ ഇതാണ് അടുത്ത എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ന്യൂക്ലിയർ ഡെൻസിറ്റി? ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസിനെ പറയുന്നത് ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പറാണ്. അതായത് ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എ റൈസ് ടു 0 ആണ്. ഏതൊരു ആറ്റം ആവട്ടെ അതിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതൊരു ന്യൂക്ലിയസ് ആവട്ടെ, ഏതൊരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും ആവട്ടെ, അതിൻ്റെ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മാസിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഏത് ആറ്റം ആയാലും അതിൻ്റെ ന്യൂക്ലിയർ ഡെൻസിറ്റി സെയിം ആണ്. അതെന്ന് പറയുന്നത് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.98 × 10⁻17 kg/m³ ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയർ ഡെൻസിറ്റി ഏതൊരു ആറ്റത്തിലും ന്യൂക്ലിയർ ഡെൻസിറ്റി സെയിം ആയിരിക്കും. ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് സെൻറ്ററിൽ എന്ന് പറയുന്നത് ഹൈയും കോർണറിലോട്ട് പോകുമ്പോൾ ഇതാണൊരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിച്ചു. ഇതിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹൈയും കോർണറിലോട്ട് പോകുമ്പോൾ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. ഇതാണ് അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് മാസ് ഡിഫക്റ്റ്? മാസ് ഡിഫക്റ്റ് നമ്മൾ ഡെൽറ്റ എം എന്ന് പറയുന്ന ഇലക്ട്രോണാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്താണ് ഇതിൽ ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. സോ പ്രോട്ടോണിനൊരു മാസമുണ്ട്, ന്യൂട്രോണിനൊരു മാസമുണ്ട്. സോ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണിൻ്റെ മാസ് AMUവിൽ പറയുകയാണെങ്കിൽ 1.007 U ആണ്. ന്യൂട്രോണിൻ്റെ മാസം എന്ന് പറയുന്നത് 1.008 U ആണ്. അപ്പം നമ്മൾ ഈ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ടോട്ടൽ മാസ് എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു മാസ് കിട്ടും. പിന്നെ ന്യൂക്ലിയസിനൊരു മാസും കാണും. ഇത് രണ്ടും തമ്മിൽ നമ്മൾ സെയിം ആവുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ രണ്ടും തമ്മിലൊരു മാസിലൊരു വ്യത്യാസമുണ്ട്. ആ മാസിലുള്ള വ്യത്യാസത്തിനാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. മാസ് ഓഫ് ന്യൂക്ലിയോൺസ്, പ്രോട്ടോണിനെ ന്യൂട്രോൺ ചേർന്ന് പറയുന്നതാണ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. മാസ് ഓഫ് ന്യൂക്ലിയോൺ മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസിനെ പറയുന്ന പേരാണ് എന്നറിയപ്പെടുന്നത് മാസ് ഡിഫക്റ്റ് എന്നറിയും. ന്യൂക്ലിയസിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇക്വേഷൻ പറയുകയാണെങ്കിൽ മാസ് ഓഫ് ന്യൂക്ലിയോൺ, അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് Z ആണ്, Z × MP പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് A- Z ആണ്, A- Z × Mn മൈനസ് മാസ് ന്യൂക്ലിയസ്. നമ്മൾ മാസ് ന്യൂക്ലിയസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് M ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം മാസ് ന്യൂക്ലിയസിന്, അല്ലെങ്കിൽ MPn ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം മാസ് ഓഫ് ന്യൂക്ലിയസിന്. സോ ഇതെന്ന് പറയുന്നത് മാസ് ഓഫ് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ന്യൂക്ലിയസ്. അപ്പോൾ എന്താണ് Z × MP പ്ലസ് A- Z × മാസ് ന്യൂക്ലിയസ്. ഇത് ബ്രാക്കറ്റിൻ്റെ അകത്തിട്ട് വേണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. സോ അപ്പോൾ എന്താണ് Z × MP പ്ലസ് A- Z × Mn മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ്. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ വെച്ചാൽ M-A/A എന്നൊരു ഇക്വേഷൻ, എന്നൊരു ഇക്വേഷൻ ഉണ്ട്. M-A/A ഇതാണ് M-A/A. ഇത് മാസ് നമ്പർ, ഇതാണ് മാസ് ഓഫ് ന്യൂക്ലിയസ്. ഇതാണ് മാസ് ഡിഫക്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി മാസ് ഡിഫക്റ്റിനെ ഞാൻ എനർജി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നവരാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. സോ മാസ് ഡിഫക്റ്റിൻ്റെ എനർജി ഫോമിനാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഡെൽറ്റ M × C² ആണ്. സോ എന്താണ് ബൈൻഡിങ് എനർജി എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോണും കാണും. സോ പ്രോട്ടോണിനും ന്യൂട്രോണിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കൊടുക്കേണ്ട എനർജി, അല്ലെങ്കിൽ ഞാൻ അവരെ ഒരുമിച്ച് ചേർക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ഈ ഡെൽറ്റ M × C² ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് Z × MB പ്ലസ് A- Z × Mn മൈനസ് മാസ് ന്യൂക്ലിയസ് × C². നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ, നമുക്ക് ഇതെന്ന് പറയുന്നത് ഡെൽറ്റ M എന്ന് പറയുന്നത് ഇത് ഒരു ഇക്വേഷനാണ്. ഇനി അടുത്തൊരു ഇക്വേഷൻ ഡെൽറ്റ M × 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇത് ചെയ്യുമ്പോൾ ഡെൽറ്റ M എന്ന് പറയുന്ന മാസ് എന്ന് പറയുന്നത് AMUവിലായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാനുള്ള വേറെ ഇക്വേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി മാസ് ന്യൂക്ലിയസ് കണ്ടുപിടിക്കാം. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് മാസ് ന്യൂക്ലിയസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഹൗ ടു ഫൈൻഡ് ദ മാസ് ഓഫ് ന്യൂക്ലിയസ്. മാസ് ഓഫ് ന്യൂക്ലിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് ന്യൂക്ലിയസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് AZ എന്ന് പറയുന്ന ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. സോ ഞാൻ ഇതിനെ ഇവിടെ കൊണ്ടുപോകുന്നത്, അതായത് ബൈൻഡിങ് എനർജി ബൈ C². ഈ ഒരു ഫോമിലയിൽ നിന്നാണ് ഞാൻ മാസ് ഓഫ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ Z × MB പ്ലസ് A- Z × Mn മൈനസ് ബൈൻഡിങ് എനർജി ബൈ C² ആണ് മാസ് ഓഫ് ന്യൂക്ലിയസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ മാസ് ഓഫ് ന്യൂക്ലിയസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അപ്പം ഇത് ഇത്രയാണ് മാസ് ഡിഫക്റ്റും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ്. നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പം നമ്മളെല്ലാം കൺസെപ്റ്റും നമ്മളൊരു പഠിച്ച് പോവാം.
കാരണം ടൈം കുറവാണ്, നമുക്ക് 40 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള റിമൈനിങ് ഡേയ്സ് എന്ന് പറയുന്നത് എന്താണ്, മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയുടെ അഭ്യാസ് ആപ്പിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഈ ചാനൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ബൈൻഡിങ് എനർജി ബൈ എനെ പറയുന്ന പേരാണ് എന്താണെന്നറിയപ്പെടുന്നത്, സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത്. സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത്. ഇനി ഡെൽറ്റ എം ബൈ എനെ പറയുന്നതാണ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നത്. പാക്കിംഗ് ഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നത് ഡെൽറ്റ എം ബൈ എനാണ് പാക്കിംഗ് ഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജി കർവാണ്. ബൈൻഡിങ് എനർജി കർവ്. സോ എന്താണ് ബൈൻഡിങ് എനർജി കർവ് എന്ന് വെച്ചാൽ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും അതുപോലെ തന്നെ മാസ് നമ്പറും വെച്ച് വരയ്ക്കുന്ന ഒരു ഗ്രാഫിനെയാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്നറിയപ്പെടുന്നത്. ഇതിൽ നമ്മൾ ഈ ഗ്രാഫ് കാണുമ്പോൾ ചില പീക്കുകൾ കാണും. ഈ പീക്ക് കാണിക്കുന്നത് വെച്ചാൽ അവരുടെ നെയ്ബറിങ് ന്യൂക്ലിയസിനെ കാട്ടിയും കുറച്ചും കൂടി സ്റ്റേബിൾ ആണെന്ന് കാണിക്കാനാണ് അത് കാണിക്കുന്നത്. സോ ഹീലിയം അതുപോലെ തന്നെ ബോറോൺ അങ്ങനെയുള്ളവരൊക്കെയാണ് കാണിക്കുന്നത്. കാർബൺ, ഓക്സിജൻ ഇവരൊക്കെയാണ് എന്താണെന്നറിയപ്പെടുന്നത്, അത് പഠിക്കേണ്ട, അത് ഇവരൊക്കെയാണ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കാണിക്കുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് വെച്ചാൽ ഹെവിയർ ന്യൂക്ലിയസും അതുപോലെ തന്നെ ലൈറ്റർ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്, അൺസ്റ്റേബിൾ ആണ്. ഒരു മീഡിയം സൈസുള്ള ന്യൂക്ലിയസ് ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റേബിൾ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ ഒരു 82 മുകളിലും അതുപോലെ തന്നെ എന്താണ് അറ്റോമിക് നമ്പർ ഒരു 82 മുകളിലും മാസ് നമ്പർ ഒരു 120 മുകളിലും വന്നാൽ ആ സബ്സ്റ്റൻസ് നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ഇനി അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോൺ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, അത് പറയാം. സോ ഇലക്ട്രോണിൻ്റെ റെപ്രസെൻറ്റേഷൻ. സോ നമ്മൾ ഇലക്ട്രോണിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് E-10 എന്ന ഫോമിലാണ് ഇലക്ട്രോണിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ നമ്മൾ ബീറ്റ പാർട്ടിക്കിൾ എന്ന് അറിയപ്പെടുന്നു, മൈനസ് ബീറ്റ. പിന്നെ പോസിട്രോൺ എന്ന് പറയുന്നത് ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, പ്ലസ് ബീറ്റ E+10 എന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ന്യൂട്രോൺ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന N01 എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. പ്രോട്ടോണിനെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് H11 ആണ്. പിന്നെ ആൽഫ പാർട്ടിക്കിൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്, He2+. ഇത് ഇത്രയാണ് റെപ്രസെൻറ്റേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി റേഡിയോ ആക്ടിവിറ്റിയുടെ കൺസെപ്റ്റ് പറയാം. റേഡിയോ ആക്ടിവിറ്റി. സോ എന്താണ് റേഡിയോ ആക്ടിവിറ്റി കൺസെപ്റ്റ് പറയാം. ഫസ്റ്റ് ഒരു ബെക്കറൽ എന്ന് പറയുന്നത് ഒരു ബെക്കറൽ. സോ റേഡിയോ ആക്ടിവിറ്റി SI യൂണിറ്റ് ആണ് ബെക്കറൽ എന്ന് പറയുന്നത്. BQ മീൻസ് ബെക്കറൽ = 1 ഡിസൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ് ഒരു ബെക്കറൽ എന്നറിയപ്പെടുന്നത്. ഒരു ക്യൂറി എന്നറിയപ്പെടുന്നത് ഇത് വേറൊരു യൂണിറ്റ് ആണ്, = 3.7 × 10⁻10 ഡിസൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. ഒരു റൂദർഫോർഡ് എന്ന് പറയുന്നത് 10⁻6 ഡിസൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം, കൺവേർഷൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഒരു എലമെൻറ്റിൽ റേഡിയോ ആക്ടിവിറ്റി നടക്കുമ്പോൾ അതിൻ്റെ മാസ് നമ്പർ അറ്റോമിക് നമ്പറിൽ ചേഞ്ച് പഠിക്കാം. ഇതൊരു എലമെൻറ്റ് എക്സ്, ആ എലമെൻറ്റ് അറ്റോമിക് നമ്പർ Z, മാസ് നമ്പർ A ആണെന്ന് വിചാരിച്ചു. ഇതിൽ ആദ്യം നമുക്ക് ആൽഫ DK പഠിക്കാം. ആൽഫ മീൻസ് ഹീലിയം ആണ്, ഹീലിയം മീൻസ് He24 ആണ്. സോ ഇത് പോകുമ്പോൾ ഇതിലെന്താണ് ഹീലിയം ന്യൂക്ലിയസ് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ പോകുമ്പോൾ അറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും. സോ പുതിയ ഉണ്ടാകുന്ന എലമെൻറ്റ് എക്സ് ആണെന്ന് വിചാരിച്ചു, അതിൻ്റെ അറ്റോമിക് നമ്പർ 2 കുറഞ്ഞു, മാസ് നമ്പർ എന്ന് പറയുന്നത് 4 കുറഞ്ഞു. അടുത്തത് മൈനസ് ബീറ്റ, അതായത് ഇലക്ട്രോൺ ആണ് കളയുന്നത്. E-10 എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഉണ്ടാകുന്ന എലമെൻറ്റ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 കൂടും, മാസ് നമ്പറിന് ഒരു ചേഞ്ചും ഇല്ല. അടുത്തത് E+10, അതായത് പോസിട്രോൺ ആണ്, എമിഷൻ ആണെന്ന് വിചാരിച്ചു. പുതിയ ഉണ്ടാകുന്ന എലമെൻറ്റ് Y ആണെന്ന് വിചാരിച്ചു. അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 കുറയും, അതിൻ്റെ മാസ് നമ്പർ ഒരു ചേഞ്ചും ഇല്ല. മൂന്നാമത്തത് ആൽഫ. ഇനി അടുത്തത് ഗാമ പാർട്ടിക്കിളിൻ്റെ കേസിലാണെങ്കിൽ അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ അറ്റോമിക് നമ്പറിനും ചേഞ്ച് ഇല്ല, അതിൻ്റെ മാസ് നമ്പറിനും ചേഞ്ച് ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ന് പറയുന്നത് ഒരു DK നടന്നു. അപ്പം എത്ര ആൽഫ പാർട്ടിക്കിളാണ് അവിടെ റിലീസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ആദ്യം ഉണ്ടായിരുന്ന അറ്റോമിക് നമ്പറിൽ നിന്ന് പുതിയ അറ്റോമിക് നമ്പർ അല്ല മാസ് നമ്പറിൽ നിന്ന് പുതിയ മാസ് നമ്പർ കുറച്ചിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ കിട്ടും. ഇതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത് പഠിക്കണം. ഓക്കെ, നിങ്ങൾ പഠിച്ചില്ലെങ്കിലും പഠിക്കണം എന്നുള്ള ടോപ്പിക് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് എന്താണ് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസൻറ്റിഗ്രേഷൻ, ലോ ഓഫ് റേഡിയോ ആക്റ്റീവ്
ഡിസൻറ്റിഗ്രേഷൻ സ്പെല്ലിങ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, സ്പീഡിന് എഴുതണമാണ്. ഡിസൻറ്റിഗ്രേഷൻ, സോ റേഡിയേറ്റീവ് ഡിസൻറ്റിഗ്രേഷൻ. സോ ഇത് പറയുന്നത് dN/dt ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ലാംഡ, സോറി മൈനസ് n. ഒന്നും മനസ്സിലായില്ലേ? dN/dt, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയ ആണ്. ദ റേറ്റ് ഓഫ് ഡിസൻറ്റിഗ്രേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ന്യൂക്ലിയ, ഡിസൻറ്റിഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നശിച്ചു പോവുക എന്ന് വെച്ചാൽ എണ്ണം കുറയുക. റേറ്റ് എന്ന് പറയുമ്പോൾ ടൈമുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അർത്ഥം. സോ റേറ്റ് ഓഫ് ഡിസൻറ്റിഗ്രേഷൻ ഓഫ് ന്യൂക്ലിയ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയ റിമൈനിങ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയ റിമൈനിങ് ആണ്. n0 എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ന്യൂക്ലിയ അല്ലെങ്കിൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ എണ്ണമാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഞാൻ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഞാൻ എന്താണ് അതിനെ ഞാൻ ആൽഫ കൊണ്ട് വിളിച്ചു. dN/dt ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ അല്ല ലാംഡ കൊണ്ട് വിളിച്ചു, ലാംഡ ഇൻറ്റു n. ലാംഡ പറയുന്ന പേരാണ് ഡിസൻറ്റിഗ്രേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡി കെ കോൺസ്റ്റൻറ്റ്, റേഡിയേറ്റീവ് ഡി കെ കോൺസ്റ്റൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നു, ഡി കെ കോൺസ്റ്റൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടൈം ഇൻവേഴ്സ് ആണ്, അതായത് സെക്കൻഡ് ഇൻവേഴ്സ്, മിനിറ്റ് ഇൻവേഴ്സ് എന്തോണാവാം. സോ ഇതിന് നമ്മൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ, മെയിൻ ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ഇതിന് നമുക്കിതിൻ്റെ ലോഗരിതമിക് ഫോം നോക്കാം. ln log to base e, log to base e നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ln ഇങ്ങനെയാണ് നമ്മൾ log to base e എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ? ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. log to base e ആണ് ഈ ഒരു log എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഞാൻ ഈ ഒരു ഇക്വേഷനെ ഞാൻ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഇക്വേഷനെ ഞാൻ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. dL/dt ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു n. ഞാൻ ഈ എന്നിനെ എവിടെയും കൊണ്ടുവന്നു, ഈ dt നെ അടുത്ത് ഇവിടെയും കൊണ്ടുപോയി. അതായത് dN/n ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു dt. ഓക്കെ, സോ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇതിന് ഞാൻ ആദ്യം ഉണ്ടായിരുന്ന പാർട്ടിക്കിൾ n0 നിന്ന് റിമൈനിങ് ഉള്ള പാർട്ടിക്കിൾ എന്നിലോട്ട് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ടൈമിന് ഞാൻ 0 നിന്ന് ഞാനൊരു t ടൈം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത് ഇൻ്റഗ്രേറ്റ് എല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഫസ്റ്റ് നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം, അത് പഠിക്കണം. ഇനി ഇത് പഠിക്കണം. ഞാൻ ഇപ്പോൾ എഴുതാൻ n ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു e റൈസ് ടു മൈനസ് ലാംഡ t. n എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ന്യൂക്ലിയസിൻ്റെ എണ്ണം. ഇതെന്ന് പറയുന്നത് t ടൈമിന് ശേഷം റിമൈനിങ് ഉള്ള ന്യൂക്ലിയസിൻ്റെ എണ്ണമാണ് എന്ന് പറയുന്നത് n എന്ന് പറയുന്നത്. അത് പഠിക്കണം. ഓക്കെ, ഇനി എന്താണ് മീൻ ടൈം, മീൻ ലൈഫ് പീരീഡ് അല്ലെങ്കിൽ മീൻ ലൈഫ് പീരീഡ് അല്ലെങ്കിൽ ആവറേജ് ടൈം അല്ലെങ്കിൽ മീൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? 1/λ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചു, n ഈക്വൽ n0 e റൈസ് മൈനസ് ലാംഡ t. അതവിടെ ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞുതരാം. സോ നിങ്ങൾ ഇപ്പം പറഞ്ഞ ടോപ്പിക്കിൽ പഠിക്കേണ്ട ഇക്വേഷൻ dN/dt ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു n. n ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു e റൈസ് ടു മൈനസ് ലാംഡ t. n ഈസ് ഈക്വൽ ടു n0 ഇൻറ്റു e റൈസ് ടു മൈനസ് ലാംഡ t. സോ ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിച്ചോ. ഞാൻ ടൈം 0 ആയിരിക്കുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ അൺഡീക്കേ എന്ന് പറയുന്നത്, അതായത് ഡീക്കേ ചെയ്യാതിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ എണ്ണം. സോ ടൈം 0 ആയിട്ടിരിക്കുമ്പോൾ മുഴുവൻ പാർട്ടിക്കിൾസും റിമൈനിങ് ആയിട്ടിരിക്കുകയല്ലേ. അതായത് ടൈം 0 ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു n0 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റിമൈനിങ് പാർട്ടിക്കിൾ. ടൈം 0 ആണെങ്കിൽ ഒന്നും ഡീക്കേ ചെയ്തില്ല, അപ്പോൾ ഉള്ളതെല്ലാം അവിടെ ഉണ്ട്, അതായത് n0 അവിടെ ഉണ്ട്. ടൈം ഇൻഫിനിറ്റി ആവേണം, കുറേ ടൈം എടുത്തു. അപ്പോൾ കുറേ ടൈം എടുത്തെന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം എടുത്തെന്ന് പറയാൻ റിമൈനിങ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 0 ആയിരിക്കും. അപ്പോൾ n ഈസ് ഈക്വൽ ടു 0. ഇനി ടൈം എന്ന് പറയുന്നത് 1/λ, അതായത് t മീൻ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ n-ന് എന്ത് സംഭവിക്കും? n നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ n ഈസ് ഈക്വൽ ടു n0/e എന്ന് വരും, ഈസ് ഈക്വൽ ടു 37% ഓഫ് n0. അതായത് ആദ്യം ഉണ്ടായിരുന്ന പാർട്ടിക്കിൾസിൻ്റെ 37% റിമൈനിങ് ഉള്ളത്. സോ എത്ര ഡീക്കേ ചെയ്തു? 63% ഓഫ് n0. ആദ്യം ഉണ്ടായിരുന്ന ന്യൂക്ലിയസിൻ്റെ എണ്ണത്തിൻ്റെ 63% ഡീക്കേ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ഇക്വേഷൻ, വേറൊരു ഇക്വേഷനാണ് m ഈസ് ഈക്വൽ ടു m0 ഇൻറ്റു e റൈസ് ടു മൈനസ് ലാംഡ t. ഇത് ആദ്യം ഉണ്ടായിരുന്ന മാസ്, ഇത് റിമൈനിങ് ഉള്ള മാസ്. ഇതാണ് അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ടി ഹാഫിൻ്റെ ഒരു ഇക്വേഷൻ പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടി ഹാഫ് എന്ന് പറയുന്നതാണ് ആദ്യം ഉണ്ടായിരുന്ന ഒരു കോൺസെൻട്രേഷൻ n0 ആണെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കോൺസെൻട്രേഷൻ പകുതിയാവാൻ എടുക്കുന്ന ടൈമിനെ പറയുന്നവരാണ് ടി ഹാഫ് എന്ന് പറയുന്നത്. ടി ഹാഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.693/λ ആണ്, ഈസ് ഈക്വൽ ടു t മീൻ
ബൈ 1.44 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ടി മീൻ ബൈ 1.44 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ ഏതാണ് വലുത്? ടി മീൻ ആണ് ടി ആവറേജ് ആണ് വലുത്? ടി മീൻ ആണ് ടി ആവറേജിനെക്കാട്ടിയും ടി മീൻ ആണ് ടി ഹാഫിനെക്കാട്ടിയും വലുതെന്ന് പറയുന്നത്. ടി മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ടി ഹാഫ്. അടുത്തൊരു കൺസെപ്റ്റ്. ഇനി എന്താണ് ആക്ടിവിറ്റി? ആക്ടിവിറ്റി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഡി എൻ ബൈ ഡി ടിയെ പറയുന്ന പേരാണ് ആക്ടിവിറ്റി എന്നറിയപ്പെടുന്നത്. എ എന്നാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ എ ഈസ് ഈക്വൽ ടു A0 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡിസൻറ്റിഗ്രേഷൻ, അതായത് ഡിസൻറ്റിഗ്രേഷൻ പെർ ടൈമിനെ പറയുന്ന പേരാണ് ആക്ടിവിറ്റി എന്നറിയപ്പെടുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ആക്ടിവിറ്റി, ഇത് ടി ടൈമിന് ശേഷമുള്ള ആക്ടിവിറ്റി. ഓക്കെ, പിന്നെ അതിൽ വേറൊരു ഇക്വേഷൻ A0 എന്ന് പറയുന്നത് N0 ഇൻറ്റു ലാംഡ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. A0 = N0 ലാംഡ. ഇത് ഡി കെ കോൺസ്റ്റൻറ്റ്, ഇത് ആദ്യം ഉണ്ടായിരുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം. ഇനി അടുത്തൊരു ഇത് ഇത്രയാണ്. ഈ ഇത്ര ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലമിലും ചെയ്യാൻ പറ്റും. അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് നമ്പർ ഓഫ് ടി ഹാഫ് കണ്ടുപിടിക്കണം. എത്ര ടി ഹാഫ് അല്ലെങ്കിൽ എത്ര ഹാഫ് ലൈഫ് ഉണ്ടെന്ന് തന്നിരിക്കുന്ന ടൈം, ടോട്ടൽ ടൈമിനെ നിങ്ങൾ ടി ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? നിങ്ങൾക്ക് എത്ര ടി ഹാഫ് ഉണ്ടെന്ന് മനസ്സിലാവും അല്ലേ? സോ ഒരു കൺസെപ്റ്റാണ്. അൺഡീക്കെ ആയിട്ട് എത്ര ഫ്രാക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ അൺഡീക്കെ ആയിട്ട് എത്ര ഫ്രാക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ n/n0 is equal to half whole raised to n. ഈ n എന്ന് പറയുന്നത് ഇതാണ്, n നമ്പർ ഓഫ് ടി ഹാഫ് ആണ്. സോ n/n0 is equal to half whole raised to n. ഇത് ഡി കെ ആയ ഫ്രാക്ഷൻ ആണ്. സോ അൺഡീക്കെ എന്ന് പറയുന്നതാണ്. സോ ഇത് അൺഡീക്കെ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ്. സോ ഡി കെയുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1 മൈനസ് അൺഡീക്കെ അല്ലേ ഇതെന്ന് പറയുന്നത് ഡി കെ എന്ന് പറയുന്നത്. സോ 1 മൈനസ് n/n0 ആണ് ഡി കെ ആയ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ 1 മൈനസ് ഹാഫ് ദ ഹോൾ റൈസ് ടു n. മനസ്സിലായോ? ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ഇത് ആദ്യം ഉണ്ടായിരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം. ഇത് n ടി ഹാഫിന് ശേഷമുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ന്യൂക്ലിയയുടെ എണ്ണം. ഇനി വേറെ റിലേഷൻ A/A0 is equal to 1/2 the whole raised to n. പിന്നെ m/m0 is equal to 1/2 the whole raised to n. ഇതാണ് എന്തെന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്, ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. പിന്നെ നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞുതരാം. അതില്ല, സോ നിങ്ങൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റാണ്. A/m ഇൻറ്റു A/n ഈസ് ഇക്വൽ ടു, ബേസിക് മാത്സിൽ പഠിപ്പിക്കാറുള്ളതാണ്. A/m + n ആണ്. സോ അതായത് ഈ ഒരു അത് സെയിം ആണെങ്കിൽ ഇതിങ്ങനെ എഴുതാം. സോ ഇനി A/m/A/n ഈസ് ഇക്വൽ ടു A/m - n. സോ ഇതൊക്കെയാണ് ന്യൂക്ലിയസിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രോബ്ലം പിന്നെ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. താങ്ക് യു.